ഈ ഒരു കൈ മാത്രം കണ്ടാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ആ അപ്പച്ചന് ഇരിക്കാനൊരു സപ്പോർട്ടിനാണ് ആ കൈ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പച്ചന്റെ മറ്റേ കൈയും കൂടെ കാണണ്ടേ? അപ്പച്ചൻ മറ്റേ കൈ കൊണ്ട് ഇവിടെ എന്തൊക്കെയോ കലാപരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് ഒന്ന് രണ്ട് തവണ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ വിരല് വരുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കൈക്ക് സ്വാധീനക്കുറവ് വല്ലതും കാണും, അതുകൊണ്ടാണ്. പക്ഷെ കൈക്ക് സ്വാധീനക്കുറവല്ല, കുറച്ച് അല്പം കൂടുതലാന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. സൈൻ ലാംഗ്വേജിൽ അപ്പച്ചൻ എന്തോ നമ്മുടെ അടുത്ത് പറയാനുണ്ട് കാര്യമായിട്ട്. പക്ഷെ അപ്പച്ചനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അണ്ടർ സെക്ഷൻ 294 ഓഫ് IPC പബ്ലിക് ന്യൂസൻസ് ആണ്. സെക്ഷൽ ഹരാസ്. നമുക്കിത് 4 പേര് അറിയണ്ടേ? ഈ ഒരു ഷർട്ടോ, ഈ തലയോ, ഈ സ്പെക്സോ, ഈ മാസ്കോ ഒക്കെ വെച്ച് കുറഞ്ഞ പക്ഷം ആ വീട്ടുകാരെങ്കിലും ഇങ്ങനെ അറിയുമല്ലോ. ഞങ്ങൾ പുറകിലെ പെണ്ണുങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് പാവം ഒരുപാട് പെടാപ്പാട് പെട്ട് 2 സൈഡിൽ നിന്നും കൂടെ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേര് കണ്ടപ്പോ എന്ത് മനസംതൃപ്തിയാണോ പുള്ളിക്ക് കിട്ടിയത്, അത് നിങ്ങൾ എല്ലാരും കാണുമ്പോൾ കുറച്ചധികം കിട്ടൂലേ. ഈ പ്രായമായവർക്ക് നിങ്ങളിപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന വീഡിയോ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റീല് പോലത്തെ ഉള്ള ഒരു വീഡിയോ ആണ്. ഇതൊരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടിക്ക് നടന്ന KSRTC ബസ്സിൽ നടന്ന സംഭവമാണ് വീഡിയോ ആയിട്ട് എടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇപ്പം പ്രായം മൂത്ത കുറേ ആൾക്കാർക്കാണ് പ്രശ്നമെന്നുള്ളത്. എന്തായാലും ആ ഒരു പെൺകുട്ടി കറക്റ്റായിട്ട് വീഡിയോ എടുത്ത് വെളിയിൽ വിട്ടത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു വ്യക്തിയുടെ ഏകദേശം എല്ലാവർക്കും ഈ ഒരു വ്യക്തി അറിയുന്നവർക്ക് ഏകദേശം അറിയായിരിക്കും, ഒരു വിധത്തിൽ കണ്ടിട്ടുണ്ടല്ലോ ഒരു വീഡിയോ. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ ഒരു കുടുംബക്കാർക്ക് ചിലപ്പോൾ നാണക്കേടാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ഇനി ഇതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്യത്തില്ല. കാരണം ഇദ്ദേഹത്തിനുണ്ടാകുന്ന നാണക്കേടും എല്ലാം മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ചിലവർ പറയാതിരിക്കാം ഒരു കേസ് കൊടുക്കായിരുന്നു ഈ ഒരു വീഡിയോ ഒക്കെ വെച്ചിട്ട്. ഓക്കെ, അത് ആ ഒരു പോയിൻറ്റും കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇങ്ങനത്തെ ഉള്ള കുറേയധികം ആൾക്കാർ സമൂഹത്തിലുണ്ട്. അതിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കുറേയധികം വയസ്സായിട്ടുള്ള ആൾക്കാർക്കാണ് ഇങ്ങനത്തെ കുറേയധികം പെൺകുട്ടികളൊക്കെ കാണുമ്പോഴത്തേനും കുറേയധികം എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സമൂഹത്തിൽ. എനിക്കറിയാവുന്നത് ഇതേ കണക്ക് കുറേയധികം സംഭവിച്ചിട്ടുണ്ട് കുറേയധികം പ്രായമായിട്ടുള്ള ആൾക്കാർ. സോ എന്തായാലും ശരി, ഇങ്ങനത്തെ ഉള്ള ഈ ഒരു പെൺകുട്ടി ഈ ഒരു രീതിയിൽ വീഡിയോ എടുത്ത് അത് പബ്ലിക്കാകാൻ കാണിച്ച ഒരു കാര്യം നല്ല ഒരു കാര്യമാണ്. കാരണം ഇനി ഇങ്ങനത്തെ ഉള്ളതൊന്നും ചെയ്യത്തില്ല. ഇതുപോലത്തെ കുറേയധികം പെൺകുട്ടികളൊക്കെ ചിലപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിലോ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റും. നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ഇതിന് പ്രതികരിച്ചാൽ കൂടെ നിൽക്കുമെന്നുണ്ടെങ്കിൽ അത് പ്രതികരിക്കുക. അല്ലെങ്കിൽ ഇതേ കണക്ക് വീഡിയോസൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഇടാൻ പറ്റുമെങ്കിൽ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഇടുക. ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കറക്റ്റായിട്ട് കിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക. ബാക്കി കാര്യം പിന്നെ നടന്നോളും, അതിലൊന്നും പേടിക്കേണ്ട വരത്തില്ല. സോ എന്തായാലും ഈ ഒരു പെൺകുട്ടി കാണിച്ചത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പാപ്പന് ഇനി എന്തായാലും ആരോടും ഇതുപോലത്തുള്ള കഴപ്പൊന്നും കാണിക്കാൻ നിൽക്കത്തില്ല. അതിന് വേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ കണക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. ഓക്കെ, ബൈ.